ഞാൻ രാധാ കരുവറമ്പിൽ. ഇന്ന് LIC പോളിസി ക്ലെയിമുകളെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. LIC പോളിസി ക്ലെയിം എന്ന് പറയുമ്പോൾ പോളിസി മെച്യൂരിറ്റി ക്ലെയിം ഉണ്ട്, പിന്നെ സർവൈവൽ ബെനിഫിറ്റ് ഉണ്ട്, പോളിസി ലോൺ ഉണ്ട്, പോളിസി ഡെത്ത് ക്ലെയിം ഉണ്ട്, പോളിസി സറണ്ടർ, ഇത്രയും ക്ലെയിമുകൾ നമുക്ക് വരുന്നുണ്ട്. കാലാവധി പൂർത്തിയായിട്ട് നമുക്ക് മെച്യൂരിറ്റി ക്ലെയിം ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഒറിജിനൽ പോളിസി ബോണ്ട് വേണം. പോളിസി ഉടമയുടെ ആധാർ കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ട് കോപ്പി, വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് കോപ്പി ആയിരിക്കണം. അതുപോലെ ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, പാൻ കാർഡിൻ്റെ കോപ്പി, ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് ആവശ്യം വരുന്നത് പോളിസി മെച്യൂരിറ്റി ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണഗതിയിൽ LIC ഒരു ഡിസ്ചാർജ് ഫോം LIC കസ്റ്റമേഴ്സിന് പോളിസി ഉടമയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അഥവാ ആ ഫോം നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ 3825 എന്ന ഫോം നമ്പർ നമുക്ക് എടുക്കാൻ പറ്റും, ഓൺലൈനിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനി ആ ഫോം ഫില്ല് ചെയ്ത് അതിലൊരു റവന്യൂ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് നമ്മൾ ഒന്നുകിൽ നേരിട്ട് LIC ഓഫീസിൽ എത്തിക്കാം, നമുക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊണ്ടു കൊടുക്കാം. അതല്ലെങ്കിൽ LIC ഏജൻറ്റ് വഴി കൊടുത്തയക്കാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ട് ഏത് ബ്രാഞ്ചിൽ നിന്നാണോ നമ്മൾ പോളിസി എടുത്ത ആ ബ്രാഞ്ചിലേക്ക് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ രജിസ്റ്റേർഡ് ആയിട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കൊറിയർ വഴി നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇനി അടുത്തത് നമുക്ക് സർവൈവൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മണി ബാക്ക് പോളിസികളിൽ നിന്ന് LIC തരുന്ന തുകയാണ് നമ്മൾ സർവൈവൽ ബെനിഫിറ്റ് അഥവാ SB തുക എന്ന് പറയും. ഈ പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ നേരത്തെ LICയിൽ നെഫ്റ്റ് രജിസ്റ്റർ ചെയ്യാന്ന് പറയും. ബാങ്ക് പാസ്ബുക്ക്, ആധാർ, പാൻ കാർഡ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ട് നെഫ്റ്റ് രജിസ്ട്രേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുക നമ്മുടെ അക്കൗണ്ടിലേക്ക്, പോളിസി ഉടമയുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, നിങ്ങൾ പോളിസി ഉടമയാണല്ലോ, പോളിസി ഉടമയുടെയാണല്ലോ ഞാൻ സംസാരിക്കണേ, അപ്പോൾ പോളിസി ഉടമയുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരും. അടുത്തത് പോളിസി ലോണാണ്. പോളിസി ലോൺ എന്ന് പറഞ്ഞാൽ ഓരോ പോളിസികളിലും LICയുടെ ഓരോ പ്ലാനുകളിലും വ്യത്യസ്തമായിട്ടായിരിക്കും. ചില പ്ലാനുകളിൽ ലോണ് കിട്ടും, ചില പ്ലാനുകളിൽ ലോണ് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഏത് പ്ലാനിൽ ലോണ് കിട്ടുന്ന ആ സമയം എത്തുമ്പോൾ നമുക്ക് LIC അനുവദിച്ച് തരുന്ന ലോൺ തുക നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് പോളിസിയുടെ ഒറിജിനൽ ഡോക്യുമെൻ്റ്, പോളിസി ഉടമയുടെ ആധാർ കോപ്പി അല്ലെങ്കിൽ പാസ്പോർട്ട് കോപ്പി വാലിഡിറ്റി ഉള്ളത്, പിന്നെ പാൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി അല്ലെങ്കിൽ ചെക്ക് ലീഫ്. ബാങ്ക് പാസ്ബുക്ക് കോപ്പി ഇല്ലെങ്കിൽ നമുക്ക് ക്യാൻസൽഡ് ചെക്ക് ലീഫ് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ നേരിട്ടാണ് ലോൺ എടുക്കാൻ വേണ്ടി പോകുന്നതെങ്കിൽ LIC ഓഫീസിൽ നിന്നും ലോൺ ഫോം കിട്ടും. അഥവാ പോളിസി ഉടമയ്ക്ക് ബ്രാഞ്ച് ഓഫീസിൽ പോകാൻ സമയം ഇല്ല എങ്കിൽ ലോൺ ഫോം നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ സാധിക്കും. ലോൺ ഫോം നമ്പർ 5196 ലോൺ ഫോം LIC ലോൺ ഫോം നമ്മൾ ഓൺലൈനിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോം എടുക്കാൻ സാധിക്കും. പോളിസി ഡോക്യുമെൻ്റ് 5196 എന്ന ഈ ഫോം നമ്പർ ഫില്ല് ചെയ്തത്, പിന്നെ ആധാർ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അല്ലെങ്കിൽ ചെക്ക് ലീഫ്, പാൻ കാർഡ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ രജിസ്റ്റേർഡ് ആയിട്ട് LIC ബ്രാഞ്ച് ഓഫീസിലേക്ക് ബ്രാഞ്ച് മാനേജറുടെ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു കൊടുത്താൽ, ബ്രാഞ്ച് മാനേജറുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് LIC ബ്രാഞ്ച്, നമ്മൾ ഏത് ബ്രാഞ്ചിൽ നിന്നാണോ പോളിസി എടുത്ത് ആ ബ്രാഞ്ചിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അടുത്തത് പോളിസി സറണ്ടർ. പോളിസി കാലാവധി എത്തുന്നതിന് മുമ്പ് പോളിസി അവസാനിപ്പിച്ചു പോരുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ പോളിസി സറണ്ടർ എന്ന് പറയുന്നത്. അതിനും പോളിസി ഒറിജിനൽ ഡോക്യുമെൻ്റ്, ആധാർ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി അല്ലെങ്കിൽ ചെക്ക് ലീഫ്, പാൻ കാർഡ്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ LIC ഓഫീസിലേക്ക് ഏത് ബ്രാഞ്ചിൽ നിന്നാണോ നമ്മൾ പോളിസി എടുത്തത് ആ ബ്രാഞ്ച് മാനേജർക്ക് അയക്കുക. അടുത്തത് ഡെത്ത് ക്ലെയിം. പോളിസി ഉടമയ്ക്ക് മരണം സംഭവിക്കുമ്പോഴാണ് ഈ ഡെത്ത് ക്ലെയിം കൊടുക്കേണ്ടി വരുന്നത്. പോളിസിയിൽ കൊടുത്തിട്ടുള്ള നോമിനി ആരാണോ ആ നോമിനി ഒരു വൈറ്റ് പേപ്പറിൽ അപേക്ഷ എഴുതി നിങ്ങൾക്ക് അറിയുന്ന ഭാഷയിൽ, കേരളത്തിലാണെങ്കിൽ മലയാളം, ഇനി മറ്റേതെങ്കിലും സ്റ്റേറ്റിലാണെങ്കിൽ അവിടുത്തെ ഭാഷയിൽ നമുക്ക് എഴുതി കൊടുക്കാം. ഇംഗ്ലീഷോ ഹിന്ദിയോ തമിഴോ തെലുങ്കോ കന്നഡയോ ഏതാണോ നിങ്ങൾക്ക് അറിയുന്ന ഭാഷ ആ ഭാഷയിൽ ഒരു വൈറ്റ് പേപ്പർ റിക്വസ്റ്റ് ഒരു A4 ഷീറ്റിൽ എഴുതിയിട്ട് ഉള്ള അപേക്ഷ
അത് നോമിനിക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ മറ്റാരെങ്കിലും എഴുതി കൊടുത്താൽ മതി. പക്ഷേ നോമിനി എഴുതുന്ന രീതിയിലാണ് നമ്മൾ അപേക്ഷ എഴുതേണ്ടത്. ഇത്ര എഴുതിയിട്ട് നമ്മൾ LIC ഓഫീസിൽ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ LIC ഓഫീസിൽ നിന്നും ഡെത്ത് ഫോം നമുക്ക് ലഭിക്കും. ആ ഫോമുകൾ ഫില്ല് ചെയ്തിട്ട് LIC ഓഫീസിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഡെത്ത് ക്ലെയിം നമുക്ക് കിട്ടും. ആക്സിഡൻറ്റ് ഡെത്താണ് സംഭവിച്ചതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസുകൾ കൂടി നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡെത്ത് ക്ലെയിമിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. കുറേ ഡൗട്ടുകൾ LIC പോളിസി ക്ലെയിം സംബന്ധിച്ചിട്ടുള്ള കുറേ സംശയങ്ങൾ ദൂരീകരിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. LIC പോളിസി ക്ലെയിം സംബന്ധിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം. എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.